ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വചനഭാഗങ്ങളാണ് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആദിയിൽ തന്നെ മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ലെന്ന് മനസ്സിലാക്കിയ ദൈവം ആദത്തിന് തുണയായി ഹവ്വായെ നൽകി. അങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ ആരംഭം കുറിച്ചു. കുടുംബങ്ങളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും അയൽക്കാരിലൂടെയും സഹപ്രവർത്തകരിലൂടെയും ഒക്കെ വളർന്നു പന്തലിച്ച ഒരു വൻ വൃക്ഷമാണ് മനുഷ്യബന്ധങ്ങൾ ഇന്ന്. എന്നാൽ മനുഷ്യനായി പിറന്ന ദൈവത്തിന് ഭൂമിയിലെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ബാധകമായിരുന്നു. എന്തുകൊണ്ടാണ് തൻ്റെ അമ്മയും ബന്ധുക്കളും കാണുവാനായി എത്തിയപ്പോൾ ഈശോ അവരെ അവഗണിക്കുന്നു എന്ന് തോന്നാവുന്ന വിധത്തിൽ പെരുമാറിയത്? യേശുക്രിസ്തു മാനുഷിക ബന്ധങ്ങളെ ഒട്ടേറെ വിലമതിച്ചിരുന്നു എന്ന് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യത്തിൽ ബാലനായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷകൻ്റെ പരാമർശത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. പിതാവായ ദൈവം ഭൂമിയിൽ തനിക്ക് നൽകിയ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ആദരിച്ചും സ്നേഹിച്ചുമാണ് യേശു ജീവിച്ചത്. എന്നാൽ എല്ലായ്പ്പോഴും തൻ്റെ ശിഷ്യർക്ക് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നൽകിയിരുന്ന യേശുനാഥൻ തൻ്റെ അമ്മയുടെയും ബന്ധുക്കളുടെയും സന്ദർശനത്തെയും അവർക്ക് ഒരാത്മീയ ശിക്ഷണം നൽകുന്നതിനായി വിനിയോഗിച്ചു എന്നേയുള്ളൂ. ബന്ധങ്ങളിലെ മുൻഗണനാക്രമങ്ങളെക്കുറിച്ചാണ് ഈ സംഭവത്തിലൂടെ യേശു അവരെയും നമ്മെയും ബോധ്യമുള്ളവരാക്കുന്നത്. മറ്റെല്ലാ ബന്ധങ്ങളെയുംക്കാൾ ഉപരിയായി മനുഷ്യർ ഗണിക്കേണ്ടത് ദൈവവുമായും ദൈവത്തിൻ്റെ വിശുദ്ധരുമായുള്ള ബന്ധത്തെയാണെന്ന് ഈശോ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? ആരോടുള്ള ബന്ധത്തിനാണ് നാം ഏറ്റവും അധികം വില കൽപ്പിക്കുന്നത്? തിരഞ്ഞെടുക്കാവുന്നതിൽ ഏറ്റവും ഉന്നതമായ ബന്ധം നമുക്ക് ലഭ്യമാകുന്നത് ദൈവത്തിൽ നിന്നാണ്. മനസ്സും ശരീരവും ഹൃദയവും ആത്മാവും എല്ലാം ദൈവവുമായി ഒന്നിപ്പിക്കാനാവുന്ന അതീവ ഗാഢമായ ഒരു ബന്ധത്തിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഒരിക്കലും പരാജയപ്പെടുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല. സ്നേഹം തന്നെയായ ദൈവമാണ് മറ്റെല്ലാ ബന്ധങ്ങളുടെയും ഉറവിടമെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. മിക്ക അവസരങ്ങളിലും നമ്മൾ ജീവിത ബന്ധങ്ങൾ ക്രമീകരിക്കുന്നത് മാംസരക്ത ബന്ധങ്ങളുടെയും നമ്മുടെ സ്വാർത്ഥതയുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം പുത്രനെ ബലിയായി നൽകി ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് യോഗ്യത നൽകിയ സ്വർഗീയ പിതാവുമായുള്ള ബന്ധത്തിന് നാം ആരും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറുമില്ല. പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ വരുമ്പോൾ മാത്രമേ നാം ആ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമുള്ളൂ. നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ദൈവത്തിന് മുൻഗണന നൽകുമ്പോൾ മറ്റുള്ളവർ അവഗണിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. ദൈവസ്നേഹത്തിൽ വേരുപാകി മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് അവരുമായുള്ള ബന്ധങ്ങൾ നിർമ്മലവും നിസ്വാർത്ഥവുമാകുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ മനുഷ്യരെ സ്നേഹിക്കുക തന്നെയാണ്. ആകിയാൽ ദൈവസ്നേഹത്തിൽ അടിയുറച്ച് മനുഷ്യരെ നോക്കിക്കാണാം. അതിനുള്ള കൃപാവരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.